4 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കൊച്ചിയിൽ. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് രാഷ്ട്രപതി എത്തുന്നത്. രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ആദ്യം എന്തൊക്കെയാണെന്ന് രാഷ്ട്രപതിയുടെ പ്രധാന പരിപാടികൾ, ഒപ്പം തന്നെ എപ്പോഴാണ് പരിപാടി, അവിടുത്തെ ഒരു സുരക്ഷാ സന്നാഹങ്ങൾ അത് എങ്ങനെയാണ്? ഇന്ന് കൊച്ചിയിൽ രാഷ്ട്രപതിക്ക് ഒരു പരിപാടി മാത്രമാണുള്ളത്. അത് എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുന്നത്. രാഷ്ട്രപതിയിലെ പ്രത്യേക 4 വിമാനത്താവളത്തിൽ രാഷ്ട്രപതി എത്തും. അതിനുശേഷം 55 ഇവിടെ ചടങ്ങുകൾ പങ്കെടുക്കുന്നതിന് വേണ്ടി രാഷ്ട്രപതി എത്തും. 1 മണിക്കൂർ നീളുന്നതാണ് ഈ പരിപാടികൾ. ഈ പരിപാടികൾക്ക് ശേഷം ഇന്ന് 1:20 രാഷ്ട്രപതി കൊച്ചിയിലെ നാവിക വിമാനത്താവളത്തിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും മടങ്ങുകയാണ് ചെയ്യുക. 4 ദിവസ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ദ്രൗപദി മുർമു കേരളത്തിലെത്തിയത്. 4 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് കേരളത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തിയത്. ശബരിമല അയ്യപ്പ ദർശനം നടത്തിയിരുന്നു രാഷ്ട്രപതി. എന്തായാലും ഇന്ന് രാഷ്ട്രപതി കൊച്ചിയിലാണ്. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിലാണ് രാഷ്ട്രപതി പങ്കെടുക്കുന്നത്. രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൊച്ചിയിൽ എന്നുള്ളതാണ്. കനത്ത നിയന്ത്രണങ്ങളുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഷ്ട്രപതിയുടെ കേരള സന്ദർശനം ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇന്ന് പ്രധാന പരിപാടി സെന്റ് തെരേസാസ് കോളേജ് ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. കൊച്ചി കനത്ത സുരക്ഷാ വലയത്തിലുമാണ്. നമുക്ക് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജിജീഷിലേക്ക് പോവുകയാണ്. ജിജീഷ്, നേരത്തെ ഓഡിയോയിൽ ചില വ്യക്തതക്കുറവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ജിജീഷ് പറയാം, ഇന്ന് എങ്ങനെയാണ് രാഷ്ട്രപതിയുടെ അവിടുത്തെ ഒരു പരിപാടിയും മറ്റ് കാര്യങ്ങളുമൊക്കെ? രാജു, ഇന്ന് കൊച്ചിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഒരു പൊതുചടങ്ങ് മാത്രമാണ് ഉള്ളത്. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനും ഒപ്പം തന്നെ ബ്രോഷർ പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രപതി ഇന്ന് കൊച്ചിയിലെത്തുന്നത്. 11:30 കൊച്ചിയിലെ നാവിക വിമാനത്താവളത്തിൽ രാഷ്ട്രപതി എത്തും. അതിനുശേഷം 11:55 ഇവിടെ പ്ലാറ്റിനം ജൂബിലി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സെന്റ് തെരേസാസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ഹാളിൽ 11:55 തന്നെ പരിപാടി ആരംഭിക്കും. 1 മണിക്കൂറോളം നീളുന്ന പരിപാടിക്ക് ശേഷം 1:20 കൊച്ചിയിലെ നാവിക വിമാനത്താവളത്തിൽ നിന്ന് തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന രാഷ്ട്രപതി അവിടെ നിന്ന് ഡൽഹിക്ക് മടങ്ങുന്ന വിധമാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ സന്ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ സുരക്ഷ തന്നെയാണ് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാഷ്ട്രപതിയുടെ വാഹനം കടന്നുപോകുന്ന വീതികളിലടക്കം നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ സുരക്ഷാ സന്നാഹങ്ങളുടെ ഭാഗമായി പലതവണ വാഹന വ്യൂഹങ്ങളുടെ ട്രയൽ റൺ നടത്തിയിരുന്നു. അതെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്ന് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അന്തിമമായി തന്നെ 4 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കൊച്ചിയിൽ എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തെ തുടർന്ന് കനത്ത സുരക്ഷാ വലയത്തിലാണ് കൊച്ചി എന്നുള്ളതാണ്. ജിജീഷ് കരുണാകരനാണ് അവിടെ